ഡെഡ് ബോഡി സ്കാമിന്റെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നമ്മളെ ചാനൽ വഴി നമ്മൾ മുന്നും പറഞ്ഞ കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം നമ്മുടെ മൈക്കും ഗിംബലും വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ ആധികാരികത ടെസ്റ്റ് ചെയ്യേണ്ട കടമ നമ്മളതാണ്. അതിന്റെ ഭാഗമായി നിഷ്പക്ഷമായി നമ്മൾ ചെയ്ത ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ നടത്തേണ്ട ഫാക്ട് ചെക്ക് ഉണ്ട്. ആ വിവരാവകാശ രേഖ പ്രകാരം 2022 1745 മരണമാണ് ദുബായ് കൗൺസിലേറ്റിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 1,42,00,000, അതായത് ഏകദേശം 1,25,000 രൂപ ആളുകൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200-ന് താഴെ ആളുകൾക്കാണ് ആ പൈസ കിട്ടിയത്. അതിന്റെ ഫാക്ട് ചെക്ക് എന്ന ബേസിൽ നമുക്ക് ആദ്യം അറിയാൻ പറ്റിയത് എല്ലാ മരിച്ച ആൾക്കാർക്കും ആ പൈസ ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് ഡിസ്പെൻസ് ആയിട്ടില്ല. ഇത് അന്വേഷിക്കാൻ നമുക്ക് 2 മാർഗങ്ങളാണ്. ഒന്ന് തന്നെ വിവരാവകാശ നിയമം, നാട്ടിൽ നിന്ന് ഒരു പേപ്പറും കൂടി എടുക്കുക. നേരത്തെ വിവരാവകാശത്തിൽ 2022 23 പകുതി വരെയല്ലേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വിവരാവകാശം എടുക്കുക എന്നുള്ളതാണ്. അത് കിട്ടാൻ ഏകദേശം 1 മാസം സമയമെടുക്കും. അതല്ലാണ്ട് അടുത്ത വഴി ദുബായിലെ ഈ ഒരു പേപ്പർ റിലീസ് ചെയ്ത് ഇന്ത്യൻ കൗൺസിലേറ്റിൽ ഡയറക്റ്റ് പോയി നോക്കുക. നേരെ ഞാൻ കൗൺസിലേറ്റിലേക്ക് പോയി. എനിക്ക് അവിടെ പോകേണ്ട വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഓഫീസറോട് സംസാരിച്ചു. അദ്ദേഹം എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഈ പൈസ കിട്ടൂല എന്ന കാര്യമാണ്. പക്ഷേ അവരെന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം, നമ്മളോട് ഓറലായിട്ട് അവർക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതും, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 4 ഇമെയിൽ ഐ ഡി എനിക്ക് തന്നിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് ക്ലിയർ കട്ടായിട്ട് റിപ്ലൈ ചെയ്യും എന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് അവിടെ നിന്ന് തന്നത് ഈ 4 ഇമെയിൽ അഡ്രസ്സ് ആണ്. അപ്പോൾ ഈ ഇമെയിൽ അഡ്രസ്സിക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്നാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുകയാണ്. പക്ഷേ അതിന്റെ ഡേറ്റ് അവർക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ അയക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിലേക്കുള്ള ഇമെയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കണ്ടന്റ്, ഈ ഒരു ആനുകൂല്യം, ഈ ഒരു പൈസ കിട്ടുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ആണോ, അതല്ലെങ്കിൽ ഇതിനൊരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടോ? അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് അവരെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മരിച്ച ആളുകളല്ലെങ്കിൽ അവരെ ക്ലോസ് ബ്ലഡ് റിലേഷന്, അതല്ലെങ്കിൽ ആർക്കാണ് ഈ പൈസ ഒഫീഷ്യലി ആയിട്ട് ഇന്ത്യൻ കൗൺസിലേറ്റിന് കിട്ടാനുള്ള അവകാശം. മൂന്നാമത്തെ ചോദ്യം, 2020 മുതൽ ഈ ഒരു പൈസ 25, അതായത് ഈ സോഫാർ കാലഘട്ടം വരെ നമുക്ക് ഒരു വിവരാവകാശം അല്ലാണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മളെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് എന്ന് കിട്ടുന്നോ, ആ കിട്ടുന്ന ദിവസം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. കാരണം ഒന്നുമല്ല, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് വിഷയമാണ്. നമ്മൾ നിഷ്പക്ഷമായിട്ട് ഇടപെട്ട ഒരു വിഷയമാണത്. ഈ വിഷയത്തിലെ സത്യം പുറത്തു കൊണ്ടുവരാന്നാൽ നിങ്ങളെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എന്ന് എനിക്ക് ഈ ഇമെയിലിൻ്റെ വിശദ വിവരത്തിൻ്റെ ആൻസർ കിട്ടണോ, അന്ന് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും.